ഇവിടെ ഖസ്ർ എന്ന് പറയുന്ന ഒരു ബാബിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഖസ്ർ എന്ന് പറയുമ്പോൾ ആറാമത്തെ ബാബാണ് ഇൽമുൽ മആനിയുടെ. ഖസ്ർ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം ചുരുക്കുക എന്നാണ്, പരിമിതപ്പെടുത്തുക. ശരിക്കും ഇത് അറബി ഭാഷയിൽ മനോഹരമായ ഒരാശയത്തെ വളരെ ആറ്റിക്കുറുക്കി അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ വളരെ ശക്തമായി ഒരാശയത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗ്ഗമാണ് ഖസ്ർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തർക്കീബ് മനസ്സിലായാൽ നമുക്ക് അത് വളരെ ഭംഗിയായിട്ട് അത് ഉപയോഗിക്കാൻ കഴിയും. നമ്മുടെ കലിമത്ത് ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ, കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം അതിൽപ്പെട്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരാരാധ്യനില്ല, എന്ന് വെച്ചാൽ അല്ലാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് പറയുന്ന ഒരു വളരെ ശക്തമായ ഒരു ആശയത്തെ അവതരിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ ഖസ്റിനെ പറ്റി താരീഫ് നോക്കുക. തഖ്സീസു ഷൈഇൻ ബി ഷൈഇൻ ബി തരീഖി മഖ്സൂസിൻ, പ്രത്യേകമായ രീതിയിൽ ഒരു വസ്തുവിന് വേണ്ടി വേറൊരു വസ്തുവിനെ പ്രത്യേകമാക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധനയില്ല എന്ന് പറയുമ്പം അള്ളാഹുവിന് ഉലൂഹിയത്തിനെ ഇവിടെ പ്രത്യേകമാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത് തഖ്സീസു ഷൈഇൻ ബി ഷൈഇൻ, ഒരു വസ്തുവിന് മറ്റൊരു വസ്തു കൊണ്ട് പ്രത്യേകമാക്കുക. അപ്പോൾ ഇത് വയൻഖസിമു ഇലാ ഹഖീഖീൻ വലാഫീൻ, ഹഖീഖി ഇലാഫി എന്നീ രണ്ട് രൂപത്തിലേക്ക് ഇത് മാറുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഖസ്റിൻ്റെ വളരെ ഭംഗിയായിട്ട് അത് മുഴുവനും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ ഓരോന്നും പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ഖസ്ർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പറഞ്ഞു ഹഖീഖി ഇലാഫി. ഹഖീഖി ഇലാഫി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഹഖീഖി എന്ന് പറഞ്ഞാൽ വളരെ യാഥാർത്ഥ്യമായ ഖസ്ർ, ഇലാഫി എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായ ഖസ്ർ. ഉദാഹരണത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഹഖീഖിയാണ്, നമുക്കറിയാലോ. അള്ളാഹുവിന് നമ്മൾ ഉലൂഹിയത്തിന്, ആരാധനയ്ക്കർഹൻ എന്നുള്ള ആ ഒരു പദവി നമ്മൾ അള്ളാഹുവിന് മാത്രം പ്രത്യേകമാണ്. അത് യഥാർത്ഥ ഖസ്റാണ്. എന്ന് വെച്ചാൽ വേറെ ഒരാളിലേക്ക് നോക്കിയിട്ടല്ല, മനസ്സിലായില്ലേ? വേറെ ഒരു രാജ്യത്തേക്ക് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡത്തിലേക്ക് നോക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നിലേക്ക് നോക്കിയിട്ടില്ല. അതൊരു ജനൂനായ ഖസ്റാണ്. ഇലാഫി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇലാഫി എന്ന് പറഞ്ഞാൽ അത് ആപേക്ഷികമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിൽ ഒരു വലിയ പണ്ഡിതൻ, അപ്പോൾ നമ്മൾ പറയുന്നത് കേരളത്തിൽ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്, അല്ലേ? അതായത് കേരളത്തിലെ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ സെയ്ദ് മാത്രമാണ് എന്ന് പറഞ്ഞാൽ അത് കേരളക്കാരെ നോക്കിയിട്ടാണ്, പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ സെയ്ദ് മാത്രമാണെന്ന് പറയുകയാണ്. അപ്പോൾ അത് കേരളത്തിലെ പണ്ഡിതന്മാരെ നോക്കിയിട്ടാണ് സെയ്ദിനെ അവിടെ വലിയ സ്ഥാനമായിട്ട് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ സെയ്ദിനേക്കാൾ വലിയ പണ്ഡിതന്മാരുണ്ട്. ഇങ്ങനെ ആപേക്ഷികം എന്ന് പറയുമ്പോൾ അത് ചെറുതും വലുതുമായിട്ടൊക്കെ വരും. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ വീട്ടിൽ 7 പേരുണ്ട് എന്ന് വിചാരിക്കും, 7 അംഗങ്ങൾ എന്നുള്ളത് ഏറ്റവും നല്ല അനുസരണയുള്ള കുട്ടി എന്താണ്? ഇവിടെ മുഹമ്മദാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ 7 പേരെ വെച്ചിട്ടാണ് പറഞ്ഞത്. ആ കുടുംബത്തിലെ 7 പേരിൽ ഏറ്റവും അനുസരണയുള്ളത് ഇന്നയാളാണ്. അപ്പം അങ്ങനെ ഒരു കുടുംബം മുതൽ ഒരു ഗ്രാമം മുതൽ ഒരു രാജ്യം മുതൽ ഇങ്ങനെ ആപേക്ഷികത എന്ന് പറഞ്ഞാൽ അതിങ്ങനെ നീണ്ടും കുറഞ്ഞും ഏറിയും കുറഞ്ഞും വിശാലമായും ചുരുങ്ങിയൊക്കെ പോകും. അത് ഒരാളിലേക്ക് നോക്കിയിട്ട്, ഒരു നാട്ടിലേക്ക് നോക്കിയിട്ട്, ഒരു വസ്തുവിലേക്ക് നോക്കിയിട്ട് ഇത് ഇവൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ വസ്തു മാത്രമേ ഉള്ളൂ എന്ന് പറയലാണ് ഇലാഫി എന്ന് പറയുന്നത്. അതായത് പറയാൻ പോകുന്നത് ഫൽ ഹഖീഖിയോ, ഹഖീഖി എന്ന് പറഞ്ഞാൽ മാക്കാനൽ ഇഖ്തിസാസ് ഫിഹി, അതിൽ ഈ പ്രത്യേകമാക്കുക എന്ന് പറയുന്ന ഈ പ്രക്രിയ ബിഹസ്ബിൽ വാഖിഇ വൽ ഹഖീഖത്തി, അത് യാഥാർത്ഥ്യത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും. ലാ ബിഹസ്ബിൽ ഇലാഫത്തി ഇലാ ഷൈഇൻ ആഖറ, മറ്റൊന്നിലേക്ക് ചേർത്ത് നോക്കി ആപേക്ഷികമായ രൂപത്തിൽ അല്ല. നഹു ഉദാഹരണം ലാ കാത്തിബ ഫിൽ മദീനത്തി ഇല്ലാ അലിയുൻ, ടൗണിൽ അല്ലെങ്കിൽ ഈ സിറ്റിയിൽ അലി അല്ലാതെ ഒരു കാത്തിബില്ല. ഇദാലം യകുൻ ഗൈറുഹു ഫിഹാ മിനൽ കാത്തിബി, ആ ടൗണിൽ, ആ സിറ്റിയിൽ, ആ സിറ്റിയുടെ അതിർത്തിയിൽ മുഴുവൻ അലിയല്ലാത്ത ഒരു കാത്തിബ് ഇല്ല എങ്കിൽ നമുക്ക് അതങ്ങനെ പറയാം. അപ്പോൾ അതാണ് ഹഖീഖി എന്ന് പറയുന്നത്. ഇതല്ലേ? അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് മദീന മുനവ്വറയിൽ അലിയല്ലാതെ ഒരു കാത്തിബില്ല, ഉദാഹരണം. അപ്പം മദീനയിൽ അത് ജനൂനായിട്ട് അങ്ങനെ തന്നെയാണ് ആ സംഭവമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഈ ഖസ്ർ ഹഖീഖിയാണെന്ന് പറയാം. ഇലാഫി എന്ന് പറഞ്ഞാൽ മക്കാന ഇഖ്തിസാസ് ഫീ ബിഹസ്ബിൽ ഇലാഫത്തി ഇലാ ഷൈഇൻ മുഅയ്യനിൻ, ഒരു ക്ലിപ്തമായ ഒന്നിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ഇഖ്തിസാസ് ചെയ്യുക. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഒരു രാജ്യത്തിലേക്ക്, ഒരു കുടുംബത്തിലേക്ക്, ഒരു നാട്ടിലേക്ക്, ഒരു ഗ്രാമത്തിലേക്ക്, ഒരു പട്ടണത്തിലേക്ക്, അല്ലെങ്കിൽ 2 കൂട്ടുകാരിൽ ഒരാളിലേക്ക്, അങ്ങനെയൊക്കെ വരുന്ന ഇഖ്തിസാസാണ് ഇലാഫി എന്ന് പറയുന്നത്. നഹു മാ അലിയുൻ ഇല്ലാ ഖായിമുൻ, അലി നിൽക്കുക മാത്രമാണ്. ഐ അന്നലഹു സിഫത്തൽ ഖിയാമി, അവന് ഖിയാമിൻ്റെ സിഫത്താണുള്ളത്, അല്ല സിഫത്തൽ ഖുഊദി, ഖുഊദിൻ്റെ സിഫത്തില്ല എന്ന് പറയുകയാണ്. അപ്പം ഖിയാമ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ഖുഊദിനെ നോക്കിയിട്ടാണ്, അല്ലാതെ
ലോകത്തുള്ള ഒരു സിഫത്തും അവനക്കില്ല, ഖിയാമ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അത് പ്രായോഗികമായ ഒരു രീതിയല്ലല്ലോ, അത് സാധിക്കുകയല്ലോ അല്ലേ. വലൈസൽ ഖറദു, ഇവിടെ ഉദ്ദേശമല്ല നഫിയു ജമീഇ സിഫാത്തി അൻഹു, സെയ്ദിൽ നിന്നും അലിയിൽ നിന്നും മുഴുവൻ സിഫത്തുകളെയും നഫി ചെയ്യൽ ഇവിടെ ഉദ്ദേശമല്ല. മാ ആദാ സിഫത്തിൽ ഖിയാമ്, ഖിയാമിൻ്റെ സിഫത്ത് ഒഴികെ മുഴുവൻ സിഫത്തുകളെയും അവിടെ ഒഴിവാക്കുക എന്നുള്ളത് ലക്ഷ്യമല്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒഴിവാക്കാനും സാധിക്കില്ലല്ലോ. കാരണം ഖിയാമല്ലാത്ത ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു 2 കോടി അവസ്ഥകളുണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഖിയാമല്ലാത്ത എന്താണ് 1,99,99,999 അവസ്ഥയും അവിടെ നമുക്ക് ഒറ്റ സമയത്ത് നഫി ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. കാരണം എന്താണ്, അതിനകത്ത് പരസ്പര വിരുദ്ധമായ ഗുണങ്ങളുണ്ടാകും അല്ലേ. ഉറങ്ങുക, ഉറങ്ങാതിരിക്കുക, കഴിക്കുക, കഴിക്കാതിരിക്കുക, ഇങ്ങനെ നീളമുള്ളവനായിരിക്കുക, നീളം കുറഞ്ഞവനായിരിക്കുക. അപ്പോൾ ഇത് രണ്ടും ഒഴിവാകുക എന്നുള്ളത് അസംഭവ്യമാണല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ മാ അലിയുൻ ഇല്ലാ ഖായിമ് പോലുള്ള ഇതിനകത്തൊക്കെ സംഭവം എന്താണ്, ഇവിടെ ഖിയാമ് ഇവിടെ ഇല്ല, ഖിയാമ് മാത്രമേ ഉള്ളൂ. ഖുഊദിലേക്ക് നോക്കിയിട്ടാണ്, ലോകത്തുള്ള മുഴുവൻ അല്ലെങ്കിൽ അവൻ്റെ മുഴുവൻ സിഫത്തുകളെയും നോക്കിയിട്ട് അല്ല എന്നർത്ഥം. ക്ലിയർ ആയില്ലേ? ഇതാണ് ഇലാഫി, മോൽ പറഞ്ഞാൽ ഹഖീഖി. ഇനി നമുക്ക് കുല്ലു മിൻഹുമ ഈ ഖസ്റ ഇലാഫിയും ഖസ്റ ഹഖീഖിയും യൻഖസ്മു ഇലാ ഖസ്രി സിഫത്തിൻ അലാ മൗസൂഫിൻ, അതുപോലെ ഖസ്ർ മൗസൂഫ് അല സിഫത്ത്. അതായത് ഈ ഖസ്ർ 2 രൂപത്തിൽ ഇനി തിരിക്കാം. ഇപ്പോൾ തിരിച്ചല്ലോ ഹഖീഖി ഇലാഫി. ഹഖീഖ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ രൂപത്തിലുള്ള ഖസ്ർ, ആ പറഞ്ഞത് അപ്പടി ശരിയാണ്. ഇലാഫി എന്ന് പറഞ്ഞാൽ ആ ഖസ്ർ അതൊരു ആളിലേക്ക്, ഒരു വ്യക്തിയിലേക്ക്, ഒരു വസ്തുവിലേക്ക് ചേർത്ത് നോക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പ്രദേശത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ടുള്ള ഖസ്റാണ്. ഇനി ഖസ്ർ സിഫത്തി അല മൗസൂഫ് ഉണ്ട്, ഖസ്ർ മൗസൂഫ് അല സിഫത്തുണ്ട്. ഖസ്ർ സിഫത്തി അല മൗസൂഫ് എന്ന് പറഞ്ഞാൽ ഒരു ഗുണത്തെ ഒരു മൗസൂഫിന് മാത്രമാക്കി ചുരുക്കുക. നഹുദാന ലാ ഫാരിസ ഇല്ല അലിയുൻ, കുതിരപ്പടയാളിയായിട്ട് അലി മാത്രമേ ഉള്ളൂ. അപ്പോൾ കുതിരപ്പടയാളി എന്നുള്ള ആ സിഫത്ത് അലിയിൽ മാത്രമായി ചുരുക്കുക. ഖസ്ർ മൗസൂഫിന് അല സിഫത്തിന്, മൗസൂഫിനെ സിഫത്തിൽ ചുരുക്കലുമുണ്ട്. അതാ മൗസൂഫിന് ഈ സിഫത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയുക. ഒമാ മുഹമ്മദ് ഇല്ലാ റസൂൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല് മാത്രമാണ്. അപ്പോൾ ചുരുക്കത്തിൽ എന്ത് ചെയ്യുക, ഒരു സിഫത്തിനെ മൗസൂഫിൽ പ്രത്യേകമാക്കലും ആകാം, ഒരു മൗസൂഫിനെ ഒരു സിഫത്തിൽ പ്രത്യേകമാക്കലും ആകാം. അപ്പോൾ അത് രണ്ടും ഇതിൻ്റെ 2 വിഭാഗങ്ങളാണ്. ക്ലിയർ ആയില്ലേ? ഒരു വിശേഷണം ഇന്നയാൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുക, പിന്നെ ഒരു വ്യക്തിക്ക് ഇന്ന വിശേഷണം മാത്രമേ ഉള്ളൂ എന്ന് പറയുക. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല് മാത്രമാണെന്ന് പറഞ്ഞാൽ ഫേജൂസ് അലൈഹിൽ മൗത്തു, അവൻ്റെ വിധങ്ങൾക്ക് മരണം അനുവദനീയമാണെന്ന് കിട്ടി. അതായത് റസൂല് മാത്രമാണ്, അല്ലാതെ അത് ദൈവമല്ല, അള്ളാഹു അല്ല. അള്ളാഹു ആണെങ്കിലുള്ളൂ മരണമില്ലാതെ വരികയുള്ളൂ, അല്ലെങ്കിൽ ഒരു മലക്കുമല്ല, മലക്കാണെങ്കിൽ മരണമില്ലാത്ത ജീവിതം ഉണ്ടാവുകയുള്ളൂ. ഇതൊരു റസൂലാണ്, ദൂതൻ, മനുഷ്യനായ ദൂതനാണ്. അപ്പോൾ ഇന്നാന ഇല്ലാ ബഷർ മുസ്ലിം എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഖസ്റിൽ നമുക്ക് 2ആയിട്ട് തിരിക്കാം. അപ്പോൾ ആദ്യം ഹഖീഖി ഇലാഫിയാക്കാം, ശേഷം ഖസ്ർ സിഫത്ത് അല മൗസൂഫും ഖസ്ർ മൗസൂഫ് അല സിഫത്തും നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഖസ്ർ ഇലാഫിനെ വേറൊരു 3 വിഭാഗമായിട്ട് തിരിക്കാം. ഖസ്ർ ഇലാഫി, അതായത് ഈ ഖസ്ർ ഇലാഫി ആരോടാണ് പറയുന്നത്? ഖസ്ർ ഇലാഫി അതിനൊരു ഉപയോഗ സ്ഥാനമുണ്ടല്ലോ, അത് അവതരിപ്പിക്കേണ്ട ഒരു സ്ഥാനമുണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ എൻഖസിമോ അത് വിഭജിതമാവുന്നതാണ്. ബിഅ്തിബാരി ഹാലിൽ മുഖാത്തബി, മുഖാത്തബിൻ്റെ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് ഇലാ സലാസത്തെ അഖ്സാമിന് 3 വിഭാഗത്തിലേക്ക്. മുഖാത്തബിൻ്റെ അവസ്ഥ പരിഗണിക്കുമ്പോൾ 3 വിഭാഗമായിട്ട് ഖസ്ർ ഇലാഫി തിരിയും. മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത്? ഖസ്ർ ഇഫ്രാദ്, ഒന്ന് ഖസ്ർ ഇഫ്രാദാണ്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ്, സെയ്ദ് ലാ ഫാരിസ ഇല്ല അലിയുൻ. ഉദാഹരണം, കുതിരപ്പടയാളിയായിട്ട് അലി മാത്രമേ ഉള്ളൂ നമ്മൾ പറയുന്നു. ഉദാഹരണം, അത് ഖസ്ർ ഇലാഫിയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നത്. കാരണം അതായത് അമറിനെ നോക്കിയിട്ടാണ് ആ പറയുന്നതെന്ന് കൂട്ടുക. ലാ ഫാരിസ ഇല്ല അലി എന്ന് പറഞ്ഞു, നമ്മൾ മുമ്പുള്ള ഉദാഹരണം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അലി മാത്രമാണ് കുതിരപ്പടയാളി എന്ന് പറയുമ്പോൾ, അപ്പോൾ ലാ ഫാരിസ ഇല്ല അലിയുൻ എന്ന് പറയുമ്പോൾ അലി മാത്രമാണ് കുതിരപ്പടയാളി. അപ്പോൾ ഇതൊരു ഖസ്ർ ഇലാഫിയാണെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. കാരണം ഇവിടെ അമറിലേക്ക് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അമറിനെ നോക്കുമ്പോൾ അലി മാത്രമേ ഉള്ളൂ ഇവിടെ കുതിരപ്പടയാളി. ശരി,
ഇനി നമുക്ക് 3 രൂപത്തിൽ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് എടുക്കാം. ഒന്ന് ഖസ്ർ ഇഫ്രാദ്. ഇത് അത്തഖദൽ മുഖാത്തബു അഷിർക്കത്ത, മുഖാത്തബ് ഷിർക്കത്തിനെ വിചാരിക്കുന്നുണ്ട് എങ്കിൽ, എന്ന് പറഞ്ഞാൽ അലിയും അമ്രും കുതിരപ്പടയാളിയാണെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അയാളോട് നമ്മൾ ലാ ഫാരിസ് ഇല്ല അലി എന്ന് പറയുമ്പോൾ അതിന് ഖസ്ർ ഇഫ്രാദ് എന്നാണ് പറയുക. അതായത് 2 പേരും കുതിരപ്പടയാളിയാണെന്നാണ് പുള്ളി വിചാരിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നു 2 പേരും ഇല്ല, ഒരാൾ മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഖസ്ർ ഖൽബ്, അതായത് ഇത് അത്തഖദൽ അക്സ, നേരെ തിരിച്ച് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അലിയല്ല കുതിരപ്പടയാളി, ഇവിടെ എന്താണ് അമ്രാണ് കുതിരപ്പടയാളി എന്ന് അവൻ വിചാരിച്ചിരുന്നു. അപ്പോൾ നേരെ തിരിച്ച് വിചാരിച്ച ആളോട് നമ്മൾ അയാൾക്ക് വിചാരിച്ച് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അയാൾക്ക് നമ്മൾ ഖസ്റിൻ്റെ രൂപത്തിൽ പറയുന്നു, നിങ്ങൾ വിചാരിച്ച പോലെ അമ്രല്ല കുതിരപ്പടയാളി, അലി മാത്രമാണ് കുതിരപ്പടയാളി. അപ്പോൾ ഖസ്റു തഈൻ, ഖസ്റു തഈൻ എന്ന് പറയും ഇത് അത്തഖദ വാഹിദൻ ഗൈറ മുഅയ്യനൻ, ക്ലിപ്തമല്ലാത്ത ഏതെങ്കിലും ഒന്നിനെ അയാൾ വിചാരിച്ചാൽ, അതായത് അലിയാണോ അമ്രാണോ എന്ന് അയാൾക്ക് ക്ലിപ്തമല്ല, രണ്ടാലൊരാൾ കുതിരപ്പടയാളിയാണെന്നറിയാം. അപ്പോൾ അയാളോടും നമ്മൾ ഇത് പറയും ഖസ്റിൻ്റെ രൂപത്തിൽ, വളരെ എന്ത് ചെയ്യുക, ശക്തമായി ഉറപ്പിച്ചുകൊണ്ട് പറയും അലി മാത്രമാണ് ഫാരിസ്. അപ്പോൾ അയാളുടെ ആ സംശയം മാറിക്കിട്ടി അല്ലേ. അതാണ് ഖസ്ർ തഈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഖസ്ർ ഇഫ്രാദ്, ഖസ്ർ ഖൽബ്, ഖസ്ർ തഈൻ, ഇത് മുഖാത്തബിന് വ്യത്യാസമനുസരിച്ച് ഖസ്ർ എന്താണ് 3 രൂപത്തിൽ എന്ത് ചെയ്യും, വർക്കൗട്ട് ആവുമെന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഖസ്റിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് പറയാം. ഖസ്റിൻ്റെ മാർഗങ്ങൾ വലിയ ഖസ്ർ തുറുഖുൻ, ഖസ്റിന് പല രൂപങ്ങളുണ്ട്. മിൻഹ നഫിയുൽ ഇസ്തിസ്ന, ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ മാർഗം നഫി ഇസ്തിസ്നാണ്. നഹു ഇൻഹാദ ഇല്ലാ മലക്കുൻ കരീം, ഇത് ഒരു മാന്യനായ മലക്ക് തന്നെയാണ്. അപ്പോൾ ഇന്നും നഫിയും വന്നു, ഇല്ല ഇസ്തിസ്നായും വന്നു. നഫി ഇസ്തിസ്നായും വരുമ്പോൾ ഉജ്ജ്വലമായ ഒരു ഇസ്ബാത്ത് അവിടെ എന്ത് ചെയ്യുന്നതാണ്, സ്ഥാപിക്കപ്പെടുന്നതാണ്. മിൻഹ അതിൽപ്പെടെ ഇന്നമൽ ഫാഹിമു അലിയുൻ, ശരിക്കും മനസ്സിലാക്കുന്ന കഴിവുള്ളവൻ അലി മാത്രമാണ്. ഇന്നമ കൊണ്ടുള്ള ഹസറാണ്, ഖസ്റാണത്. മിൻഹാൽ അത്ഫു ബില ഔ ബിൽ ഔ ബിബൽ ഔ ലാക്കിൻ, ലായ ബല്ല് ലാക്കിൻ കൊണ്ടൊക്കെ അത്ഫ് ചെയ്യുന്നതിൽപ്പെട്ടാണ്. അന നാസിറുൻ ലാ നാദിമുൻ, ഞാനൊരു ഗദ്യ സാഹിത്യകാരനാണ്, ഞാനൊരു പദ്യകാരനല്ല. ഒമാന ഹാസിബുൻ ബൽ കാത്തിബുൻ, ഞാനൊരു എന്താണ് ഒരു കണക്ക് കൂട്ടുന്നവനല്ല. ബൽ കാത്തിബുൻ, ഞാൻ വെറും ഒരു എഴുത്തുകാരൻ മാത്രമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു എന്താണ് തക്കീത് അല്ലെങ്കിൽ ഖസ്ർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി ഒമിൻഹ തഖദീമു മാ ഹഖ്ഖുഹു തഅഖീറു, പിന്തിക്കേണ്ടതിനെ മുന്തിക്കുന്നതിലൂടെയും എന്താണ് നഹു ഇയ്യാക നഅബുദു, ഇയ്യാക മഫൂല് പുറകിലാണ് പറയേണ്ടത്, ഇവിടെ മുന്തിക്കുമ്പോൾ ഇവിടെ ഒരു ഖസ്ർ കിട്ടുന്നുണ്ട്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന ഖസ്ർ ഇവിടെ കിട്ടുന്നുണ്ട്. അതാണ് ഇവിടെ എന്ത് ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഖസ്റിൻ്റെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹഖീഖയുണ്ട്, ഇലാഫിയുണ്ട്. ഹഖീഖി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനൂനായ ഖസ്റാണ്. ഇലാഫ് എന്ന് പറഞ്ഞാൽ ആപേക്ഷികമായ ഖസ്റാണ്, ഒരാളിലേക്കോ ഒരു വസ്തുവിലേക്കോ ഒരു പ്രദേശത്തേക്കൊക്കെ ചേർത്ത് നോക്കിയിട്ടുള്ള ഖസ്ർ. അത് ടോട്ടലി ഖസ്റല്ല എന്നർത്ഥം. പിന്നെ ഇത് ഖസ്ർ സിഫത്തി അൽ മൗസൂഫുണ്ട്, ഖസ്ർ മൗസൂഫ് അൽ സിഫത്തുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ എന്ത് ചെയ്യുക ഉദാഹരണത്തിലൂടെ വളരെ വ്യക്തമാണ്. പിന്നെ ഖസ്ർ ഇലാഫിയെ മുഖാത്തബിൻ്റെ വ്യത്യസ്തമായ അവൻ്റെ മൈൻഡ് അനുസരിച്ച് ആ 3 മൈൻഡിൽ 3 വിഭാഗമായിട്ട് അതിനെ തിരിക്കാം. പിന്നെ ഖസ്റിൻ്റെ വഴികളാണ് നമ്മളിവിടെ പറഞ്ഞത്.